ഇതുവരെ ഞങ്ങളെ ഭാര്യ ഒന്നും അറിയില്ല, ഭാര്യനെ അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ പറ്റൂല ഈ കാര്യം. മാനസികമായി തളർന്നു പോകും. ആ പോകുന്നെന്ന് എന്നോട് 500 രൂപ വരെ വാങ്ങിച്ചു. മോനിക്ക് മെയിനായിട്ട് പന്ത് കളിയാണ് എൻ്റെ മോനിക്ക്. 7-ാം തീയതി ബുധനാഴ്ച രാത്രി 10:30 മണിക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എറണാകുളം പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. നമസ്കാരം. സ്വന്തം മകനെ കാണാനായി കാത്തിരിക്കുകയാണ് ഈ ഒരു പിതാവ്. തളിപ്പറമ്പ് സയ്യിദ് നഗർ സ്വദേശിയായ മജീദ്ക്കാണ് നമ്മളുടെ കൂടെയുള്ളത്. അതായത് മജീദ് പറയുന്നത് തൻ്റെ മകനെ നവംബർ 2024 നവംബർ 27 മുതലാണ് കാണാതായത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ തളിപ്പറമ്പിലെ ലോക്കൽ പത്രമായ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് പിന്നീട് ഇവർക്ക് ഞെട്ടൽ മാറാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്. അതായത് തൻ്റെ മകൻ ഇപ്പോൾ ദുബായ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവിടെ ഏതൊരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവിടെയാണ് കസ്റ്റഡിയിലാണെന്നാണ് ഇവർ അറിയുന്നത്. വേറൊരു വിവരവും ഇവർക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ മകനെ എങ്ങനെയെങ്കിലും കാണുക, എന്താണ് സത്യാവസ്ഥ അറിയുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു സഹായ അഭ്യർത്ഥനയുമാണ് മജീദ് ഖാൻ ഇപ്പോൾ ചേരുന്നത്. ഏതായാലും മജീദ് ഖാനോട് തന്നെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് മജീദ് ഖാനോട് തന്നെ ചോദിക്കാം. എൻ്റെ മകന് എറണാകുളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠിപ്പെല്ലാം തീർന്ന് തളിപ്പറമ്പിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉപ്പ എനിക്ക് എറണാകുളം എക്സാമിന് പോകണം, ഒരാഴ്ച എക്സാം ഉണ്ട്, എക്സാം കഴിഞ്ഞ് 1-ാം തീയതി കറക്റ്റ് ഞാൻ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ 27-ാം തീയതി ബുധനാഴ്ചയാണ് ഇവൻ പോകുന്നത്. ഏകദേശം അതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ്, ഉപ്പ എൻ്റെ ഫയലൊന്ന് വേണോ, ആ ഫയല് എടുത്തു തരണത്. അപ്പോൾ ഫയലെല്ലാം എൻ്റെ പള്ളിയിലാണ് ഞാൻ സൂക്ഷിക്കൽ. ഫയൽ അങ്ങനെ എടുത്തു കൊടുത്ത് ആ പോകുന്ന 27-ാം തീയതി ഫയൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. പിന്നെ ഫയൽ ഞാൻ നോക്കേണ്ടയില്ല അതിൽ. എറണാകുളത്ത് പോകണം എന്ന് പറയുന്ന ദിവസമാണ് തിരിച്ച് കൊണ്ടുവരുന്നത്. ഫയൽ കൊണ്ടുവരുന്നത് എറണാകുളം പോകുന്ന 27-ാം തീയതിയാണ് എനിക്ക് തിരിച്ച് കൊണ്ടുവരുന്നത്. ആ ഫയൽ ഞാനിവിടെ എൻ്റെ റൂമിലേക്ക് വെക്കുകയും ചെയ്തു. ആ ഫയൽ പിന്നെ രണ്ടാമത് ഞാൻ നോക്കിയിട്ടില്ല എന്താ അവിടെ നിന്ന് അതിലെടുത്തതെന്ന്. പിന്നെ അങ്ങനെ 27-ാം തീയതി ബുധനാഴ്ച രാത്രി 10:30 മണിക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എറണാകുളം പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ഒരു വിവരങ്ങളും ഇല്ല. പിന്നെ വെള്ളിയാഴ്ച 29 വെള്ളിയാഴ്ച 11:30 മണിക്ക് ഒരു വിളിയുണ്ടായി. എൻ്റെ മൂത്ത മകന് ഗൾഫിലാണ്. ഓനെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ രേഷനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാനിങ്ങനെ ദേരയിലുണ്ട്. ഈ മകൻ മുനവർ അല്ലേ? മകൻ, രണ്ടാമത്തെ മകൻ മുനവർ എന്നാ പേര്. മൂത്ത മോന് മുബഷിർ. ഓന വെള്ളിയാഴ്ചയെന്ന് വിളിക്കുന്നത്. വെള്ളിയാഴ്ച 11:30 മണിക്ക് വിളിച്ചേരം പറഞ്ഞ്, മുബഷിറെ ഞാനിങ്ങനെ ദേരയിൽ വന്നിട്ടുണ്ട്, ബാക്കി വിഷയങ്ങൾ ജുമാൻ്റെ ശേഷം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ജുമാൻ്റെ ശേഷം ഇന്നും ഈ സമയം വരേക്കും ഓൻ വിളിച്ചിട്ടുമില്ല. ഓൻ്റെ ഫോണ് സ്വിച്ച് ഓഫാണ്, വാട്സപ്പിലൊന്നും ഓനില്ല. ഈ മൂത്ത മകനാന്ന് എന്നോട് പറഞ്ഞത്, ഉപ്പ ഇങ്ങനെ മുനവർ ഗൾഫിൽ എത്തിയിട്ടുണ്ടെന്നാണ് മൂത്ത മകനാന്ന് എന്നെ അറിയിച്ചത്. അതിന് ശേഷമാണ് ഞാനിങ്ങനെ അറിഞ്ഞത് ഓൻ ഗൾഫിലായില്ലേ എന്നില്ല സംഭവം അറിഞ്ഞത്. പക്ഷേ അതിൻ്റെ മുമ്പ് ഓൻ എന്നോട് പറയലുണ്ട്, ഉപ്പ എനിക്ക് ഗൾഫിൽ പോകണം, വിസിറ്റിങ് 1 മാസത്തേക്ക് പോകണം, എന്തെങ്കിലും ഒരു പണി നോക്കണമെന്ന് ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഇതിൽ വ്യക്തമായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റായിട്ട് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ 3-4 മാസം റെസ്റ്റിലാണ് ഓനില്ലത്, പന്ത് കളിക്കുമ്പോൾ വീണിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വിസ നോക്കിയിട്ട് ഗൾഫിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഓൻ ഗൾഫിൽ ഇങ്ങനെ CIൻ്റെ വലയിൽ കുടുങ്ങിയിട്ടില്ലത്, CI പിടിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പോലീസ് ദുബൈ പോലീസ് പിടിച്ച് ഷാർജര ഇല്ലേന്ന് ഇങ്ങനെ പത്രമാനത്തിൽ അറിഞ്ഞതാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾക്ക് CIൻ്റെ കയ്യിലായില്ലെന്നാണ് ഈ റിപ്പോർട്ട്. മുബഷിറോട് ചോദിച്ച്, മുബഷിർ എന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഓന് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഓന് അവിടുത്തെ ആൾക്കാരോട്, നമ്മളൊരു ബന്ധുക്കളോട് പറഞ്ഞ്, ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഓനെ ഒരു വിളി മാത്രം കേട്ടുന്നു. അപ്പോൾ ദുബൈയിൽ പിന്നെ ദുബൈയിലുണ്ടെന്നൊരു വിവരം കേട്ടു. അങ്ങനെ നമ്മളെ ബന്ധുക്കൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നോക്കുമ്പോഴേക്കാണ് CIയിലെത്താ ഇല്ലെന്നാണ് റിപ്പോർട്ട്. ആ വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ
എന്തിനാണ് ഇത് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് എന്താണ് വിവരം? ഞങ്ങൾ പത്രത്തിൽ കേട്ട് ഇതിൽ ഒരു എന്താണ് മയക്കുമരുന്നിൻ്റെ ഒരു വലിയൊരു സാധനം പിടിച്ചിട്ടുണ്ട്. ഓൻ്റെ കൂടെ മൂന്നാളും കൂടെ ഉണ്ട്. ഇവർ 4 ആളെ CI പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഇവൻ്റെ ഒരു മെയിൻ ചങ്ങാതി അള്ളാംകുളത്തിലെ ഒരാളാണ്. അങ്ങനെ ഓനെ വിളിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഓന് വാക്കുകൾ മാറ്റിയാണ് പറയുന്നത്. ആദ്യം പറഞ്ഞതല്ല വേറെ പറഞ്ഞതല്ല ആദ്യം സംസാരിച്ചിന്. അപ്പോൾ സംസാരിക്കുമ്പോൾ മുനവറിനെ കണ്ണൂരേക്ക് ഞാനാന്ന് കൊണ്ടുവിട്ടത്. അതിൻ്റെ ശേഷം ഞാൻ അറിയൂല ഓന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് പോയത്. ഇതിൻ്റെ കണ്ണികൾ പിന്നെ മലപ്പുറം കൊണ്ടോട്ടിൽ ആൾക്കാരുണ്ട്. ഇത്ര മാത്രമേ അവൻ പറയുന്നില്ല, വ്യക്തമായിട്ട് ഈ ചങ്ങാതി പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ DSPക്ക് വിവരങ്ങൾ കൊടുക്കുന്നത്. തളിപ്പറമ്പിൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ട്. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്താണ് ഈ ഒരു സാഹചര്യം? മയക്കുമരുന്നാണെന്നാണ് നമ്മൾ അറിയുന്നത്. മയക്കുമരുന്നാണ് അറിഞ്ഞത്. അത് പത്രത്തിലെല്ലാം ഉണ്ട്, ഇത്ര കിലോനാന്ന് പിന്നെ അതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ വാർത്ത വന്ന ഈ ലോക്കൽ പത്രമായിട്ട് ബന്ധപ്പെട്ട് മക്തബിലാണ് വരുന്നത്. മക്തബായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? എങ്ങനെയാണ് ഇത് വാർത്ത കിട്ടിയത്? അവർക്ക് ആരോ കൊടുത്തതാണ്. നമ്മൾ പത്രം വാങ്ങിയിട്ട് ഇരുന്ന് വായിച്ചാന്ന് അറിയുന്നത്. 2 പ്രാവശ്യമായി പത്രത്തിൽ വരുന്നു. ഇന്നത്തെ മക്തബിലുണ്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ 3 പ്രാവശ്യമായി മക്തബിൽ വരുന്നത്. അപ്പം എൻ്റെ മോന് ഞങ്ങൾക്ക് 100% നിരവരതയാണ്. ഒരു സിഗരറ്റ് മാത്രം വരെ അവൻ വലിക്കൂല. പിന്നെ 10 ഉറുപ്യ ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഒരു 10 ഉറുപ്യ വേണോ, അല്ലെങ്കിൽ വണ്ടിക്ക് എണ്ണ അടിക്കാൻ ഒരു 100 ഉറുപ്യ വേണോ. ആ പോകുന്നെന്ന് എന്നോട് 500 ഉറുപ്യ വരെ വാങ്ങിച്ച്. കയ്യിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഒരു 500 ഉറുപ്യ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഈ പള്ളിയിൽ നിന്നാണ് ഞാൻ 500 ഉറുപ്യ എടുത്ത് എനിക്ക് കൊടുക്കുന്നത്. ചിലവിന് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓന് ഇതുവരെ പണിയെടുത്തത് 7 മൈൽ ഒരു ഷോപ്പിലാണ്. വാങ്ങിച്ച് അന്ന് തിരിച്ചു കൊണ്ടാണ്. അന്ന് രാത്രിയാണ് പോകുന്നത്. അപ്പോൾ ഈ സാധാരണ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടാവുമായിരിക്കുമല്ലോ. ഡ്രസ്സ് എടുത്തതാകെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഒറ്റൊരു ഡ്രസ്സ് ഒരു വേഗിലെടുത്ത് ഒന്നും തോന്നാനില്ല. ആകെ ഒരു 3-4 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷോപ്പിൽ, പുതിയൊരു ഷോപ്പിൽ 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് ന്യൂ ബസാറിലൊരു ഷോപ്പിൽ 1-ാം തീയതി കയറണമെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഷോപ്പിൻ്റെ ഉടമയെ എന്നോട് വിളിച്ച് ചോദിക്കുന്നു, എന്താ മകൻ എത്തിയിട്ട് കാണാതെ എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ വിളിക്കുന്നു. അപ്പോൾ അവൻ മകൻ്റെ ഒരു വിവരവും ഇല്ല, ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞു. ഇത്ര മാത്രമേ ഞങ്ങളെ അറിയൂ. പിന്നീടാണ് ഇത് ഈ പത്രവാർത്ത എപ്പോഴാണ് കാണുന്നത്? പത്രവാർത്ത കഴിഞ്ഞിട്ട് ഏകദേശം ഇത് കഴിഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. 6-ാമത്തെ ദിവസമാണ് വരുന്നത് പത്രത്തിൽ വാർത്ത വന്നത്. പത്രത്തിൽ വാർത്ത വന്ന ശേഷമാണ് ഞങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുന്നത്. വ്യക്തമായിട്ട് ഇങ്ങനെ അല്ല, ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവന് ഗൾഫിലേക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് കൃത്യമായിട്ട് പറയൂ, ഞങ്ങൾ ഇത് പോകുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറയൂ. പക്ഷെ ഇത്രമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? ആരുമായിട്ട്? അള്ളാംകുളം സ്വദേശിയായിട്ടുള്ള കൂട്ടുകെട്ട് ഇതിനെ പറ്റിയിട്ടാ? അതല്ല, ഈ അള്ളാംകുളം സ്വദേശിയാണ് ഇത്, ഇവന് കണ്ണൂർ കൊണ്ടാക്കിയതാണോ പറയുന്നത്? കണ്ണൂർ കൊണ്ടുവിട്ടത്. അപ്പോൾ ഈ അള്ളാംകുളം സ്വദേശിയായിട്ട് ഈ ഒരു ബന്ധം എങ്ങനെയാണ്? ഈ ഒരു മുനവറിൻ്റെ ബന്ധം എന്ന് വെച്ചാൽ ഓനൊന്നായിട്ട് പഠിച്ചതാണ്. എറണാകുളത്തും പഠിച്ചിട്ടുണ്ട്, തളിപ്പറമ്പിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ പന്ത് കളീൻ്റെ ഒന്നായിട്ടുള്ള ടീമാണ്. ഓനിക്ക് മെയിനായിട്ട് പന്ത് കളിയാണ്. എൻ്റെ മോനിക്ക് വേറെ ഇതിലില്ല, ഏത് സമയത്ത് പന്ത് കളി ഇല്ലാന്ന് ഓന് ഇത്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ ഇത്ര മാത്രമേ ഞാൻ അറിയുന്നില്ല ഓനെ പറ്റിയിട്ട്. ഞങ്ങളെ അങ്ങനെ മൂത്ത മകന് ഓനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിന് ദുബൈയിൽ നിന്ന്. പക്ഷെ കാണിച്ചു കൊടുക്കുന്നില്ല, CIൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട്. നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓൻ്റെ കുറ്റങ്ങൾ തെളിഞ്ഞ് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ. നിരപരാധിയാണ്, അതേ നമുക്ക് അറിയുന്നില്ലല്ലോ. ചതിച്ചതാണ്, അത് ഉറപ്പാണ്, 100% ചതിച്ചതാണ്. അപ്പം അത്രയും സാധുരു മോനാണ്. മയക്കുമരുന്ന് മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നു, അതോ വേറെ എന്തെങ്കിലും രൂപ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു?
പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു? രൂപ പറയപ്പെട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു രൂപ ഉണ്ടായിന് ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. ഡോളർ ഉണ്ടായിട്ടുണ്ട്, അതുണ്ടായിന് ഇതിന് നമ്മൾ ഒന്നും ഇതിനെപ്പറ്റി സത്യാവശം അറിയില്ല. നമ്മൾ ഒരു വാക്ക് വരെ നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കൂട്ട് നിൽക്കൂലല്ലോ. ഈ സുഹൃത്തിനോട് സംസാരിച്ചത് എന്ത് ജോലിക്കാണ് പോയത് എന്നുള്ളത് ഈ അള്ളാംകുളമായി സ്വദേശിയായിട്ട് ബന്ധപ്പെട്ട് ജോലിക്കെന്നെല്ലാം പറഞ്ഞത് ഓന് വ്യക്തമായിട്ട് പറയുന്നില്ല. ഓന് ഈ അള്ളാംകുളത്തെ കൂട്ടുകാരൻ വിളിച്ച് ചോദ്യം ചോദിച്ചാലും പറയുന്നത് ഓൻ ഡോളറും കൊണ്ട് പോയതാണ്, കണ്ണൂരൊക്കെ ഞാനാണ് ഇറക്കുന്നത്. പിന്നെ പറയുന്നത് ഞാൻ അറിയില്ല. ഇങ്ങനെ വാക്ക് മാറ്റി മാറ്റി പറയുന്നത്, ഒരു കൃത്യമായിട്ട് വാക്ക് പറയുന്നില്ല. ഫസ്റ്റ് ഓനോടാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. വിഷമത്തിലാണ് ഉള്ളത്. ഇതുവരെ ഞങ്ങളെ ഭാര്യ ഒന്നും അറിയില്ല, ഭാര്യനെ അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ പറ്റൂല ഈ കാര്യം. മാനസികമായി തളർന്നു പോകും. ഇത്ര മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ.